എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ ഒരു 8:20 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വാണിയുടെ ബസ് സ്റ്റോപ്പിലെത്തി. വാണിയുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. ബസ് വരാൻ ഇനി ഒരു 10-15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമയം ലേക്കിൻ്റെ അവിടേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ് തേഴ്സ്ഡേയിലാണ്. അപ്പം നല്ല വെതറായിരുന്നു. പക്ഷേ ഈ തേഴ്സ്ഡേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മഞ്ഞിൻ്റെ കൂമ്പാരമായിട്ടുണ്ട്. ഈ ഒരു ലേക്ക് മുഴുവനും കാനഡ ഗൂസാണ്. എല്ലാ വർഷവും ഇവരിവിടെ ഉണ്ടാവും. പക്ഷേ ഈ വർഷം ഇവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ലേക്ക് നിറയെ അവരാണ്. അപ്പം നല്ല വെതർ ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് നടക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് രാവിലെ കുറച്ച് സമയം പ്രകൃതി രമണിയൊക്കെ കണ്ട് ഒന്ന് നടക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡേ നല്ല സൂപ്പർ ആവാനും നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ആവാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അഴുക്ക് വെതറാണെങ്കിൽ ഇതുപോലെ ഇറങ്ങി നടക്കലൊന്നും നടക്കില്ല, നമ്മൾ കാരണത്തായിരിക്കും ഇരിക്കുക. പക്ഷേ ഇപ്പം നല്ല വെതർ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. കാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു വെതറായിരുന്നു. അങ്ങനെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് വാണീനെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ടിട്ട് വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ കുറച്ച് റാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റാഗി സ്മൂതിയും കാര്യങ്ങളും ഒക്കെ നട്ട്സും പഴവും ഒക്കെ ഇട്ട് അടിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കത്തില്ലേ, കുറുക്കുണ്ടാക്കില്ലേ, അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് കുറുക്കുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. കിച്ചുവിനും വാണിക്കുമൊക്കെ ചെറുതിൽ കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന സമയത്തും എനിക്കിത് നല്ല ഇഷ്ടമായിരുന്നു. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പം നമ്മൾ റാഗി ഇങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗിപ്പൊടി ഡയറക്റ്റ് ഇടുമ്പം പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടും. നമ്മളിങ്ങനെ ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ പാനിലെ വെള്ളത്തിലോട്ടങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി പാനിയാക്കിയിട്ടൊന്ന് അരിച്ചൊഴിച്ചു. ഇനി അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് പാലും ഒക്കെ ഒഴിച്ച് നല്ല കൺസിസ്റ്റൻസി കറക്റ്റായി വരുമ്പോൾ നെയ്യൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പഞ്ചസാരയും നെയ്യും ഒക്കെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കിയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ പാലും ഒന്നും ഇല്ലാണ്ട് കുറുക്കിയെടുത്തിട്ട് നമുക്ക് സ്മൂതി ആയിട്ട് അടിച്ചെടുക്കുന്ന ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാറുണ്ട്. അങ്ങനെയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഒന്ന് എംപ്റ്റി ചെയ്തു. ഇനി രാവിലെ എടുത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് നമുക്കൊന്ന് റെഡിയാക്കണം. അതിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെയും ഹെൽത്തി, ഉച്ചയ്ക്കും ഹെൽത്തി, അങ്ങനെ ടോട്ടൽ ഹെൽത്തി ആയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഉള്ളി, തക്കാളി, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് യൂഷ്വലി ഞാൻ ഈയിടെ നമ്മുടെ ഫ്രോസൺ ക്യൂബ്സ് ആയിട്ട് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം കടയിൽ ചെന്നപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു വൈറ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ, അതിനകത്താണ് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാറ്. പൊളിക്കാറൊന്നുമില്ല. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. ഒരു കുഴപ്പമില്ല കേട്ടോ, കുറേ മാസങ്ങൾ നന്നായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ എനിക്കൊരിക്കലും ചീത്തയായി പോയിട്ടില്ല. പക്ഷെ പുറത്ത് വെക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇങ്ങനെ അങ്ങ് ചൊക്കി പോയിട്ട് തോല് മാത്രമേ കാണുള്ളൂ. അങ്ങനെ കുറേ വേസ്റ്റായി പോകുമായിരുന്നു. കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അഴുക്കായി പോകും. പിന്നെ നമ്മളെപ്പോഴും നമുക്ക് ചീപ്പറായിട്ട് കിട്ടുന്നത് വലിയ ബാഗിൽ വാങ്ങിക്കുമ്പോഴായിരിക്കുമല്ലോ. അങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് വേസ്റ്റായി പോകും. കുഞ്ഞു ബാഗിനകത്ത് ആകെ 3 എണ്ണമൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ ബാഗ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയോ കാര്യങ്ങളോ ഒന്നും ഫ്രിഡ്ജിലാവത്തുമില്ല, അഴുക്കാവാണ്ട് ഇരിക്കുകയും ചെയ്യും. ഇവിടെ സവാള പൊളിക്കുന്ന സമയത്ത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയുടെ തൊലിയൊക്കെ ഒരുമാതിരി വല്ലാണ്ടാവുന്ന കൂട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് പൊളിക്കാൻ നോക്കാറുണ്ട്. നമ്മൾ ഇന്ന് കിനുവ വെച്ചിട്ട് ഒരു ചിക്കൻ ബിരിയാണി പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കിനുവ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതാദ്യം ഒന്ന് അളന്നെടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പാനിലോ കുക്കറിലോ ഒക്കെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് കുക്കായി വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കിനുവയുടെ പാക്കറ്റ്. ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചാണ്. കോസ്കോയുടെ ബ്രാൻഡ്, കിർക്ക്ലാൻഡിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. ഒരു 2 കിലോയ്ക്ക് മേളിലുള്ള ഒരു പാക്കറ്റാണ്. കിനുവ എന്ന് പറയുന്നത് ഒരു ഗ്രെയിൻ അല്ല, ഒരു സീഡാണ്. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസും കാര്യങ്ങളും ഒക്കെ ആ പാക്കറ്റിൻ്റെ ബാക്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കിനുവ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രോപ്പറായിട്ട് കഴുകാതെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തെളിയുന്നിടം വരെ നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്യൂ ടൈംസ് വാഷ് ചെയ്യേണ്ടി വരും. ഇനി ഇങ്ങനെ നമ്മൾ അതൊന്ന് കഴുകിയെടുക്കുന്ന സമയത്തും ഈ കിനുവ എല്ലാം കൂടെ പൊങ്ങി മുകളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളത്
ഊറ്റി കളയുകയാണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് തന്നെ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം തെളിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഞാനൊന്ന് സാധാരണ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്താൽ മതി. ഇനി നമ്മൾ പാനിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് കിനുവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കാറുള്ളത്. അപ്പോൾ കിനുവ സോക്ക് ചെയ്ത് റെഡി ആവാനായിട്ടൊരു 15 മിനിറ്റ്സ്, ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ കറി എന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം, പിന്നെ കുറച്ച് ബേ ലീവ്സ്. നെയ്യിൽ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതൊന്ന് ആഡ് ചെയ്തിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ 2 വലിയ സവാളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. ആ സമയത്ത് നമ്മുടെ കിനുവ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ 3 കപ്പ് കിനുവയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലോട്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമല്ലോ, ആ സമയത്ത് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കിനുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട്. അപ്പോൾ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി കളഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പ്രഷറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും വേണമായിരുന്നു. മല്ലിയില എൻ്റെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പുതിനയില ഓൾമോസ്റ്റ് 2 months ബാക്ക് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. അത് എടുക്കേണ്ട ഒരു ആവശ്യം വന്നുമില്ല. അല്ലെങ്കിൽ ഒരു ചമ്മന്തി എങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് താഴെ പേപ്പർ ടവൽ ഇട്ടിട്ട് പുതിന ലീവ്സ് എല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. മുകളിലും ഒരു പേപ്പർ ടവൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളെങ്കിലും നന്നായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. 1 മാസമൊക്കെ എന്തായാലും നന്നായിട്ട് തന്നെ ഇരിക്കും. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴൊന്നും ഇതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ 2 മാസം ആവാറായപ്പോഴത്തേക്ക് അത് കുറേയൊക്കെ കറുത്തുപോയി. പിന്നെ നല്ലതൊക്കെ ഞാൻ പെറുക്കി എടുത്തൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. മോശമായിട്ടുള്ള ലീവ്സ് നമ്മൾ ഇട്ടാലും കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ പിന്നെ നല്ലത് മാത്രം കുറച്ചെണ്ണം എടുത്തു. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ ബിരിയാണി മസാലയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ബിരിയാണി മസാലയാണ്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി, അപ്പോൾ ഇരുന്നോളുമല്ലോ. അപ്പോൾ അതൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി മൂത്ത് വന്നപ്പം കുറച്ച് തക്കാളി, ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മിക്സിയിലോട്ട് തന്നെ ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് അതും കൂടി ചേർത്തിട്ട് ഗ്രേവി ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ ചിക്കനും ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയും വെള്ളമൊന്നും ചേർക്കുന്നില്ല, അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു റിങ് എനിക്ക് 1-2 കമൻസ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ വീട്ടിൽ വന്നപ്പോഴേ ഈ സ്റ്റൗവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതേ സിമിലർ സാധനം നമുക്ക് ആമസോണിലും വാങ്ങിക്കാൻ കിട്ടും. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേരള പപ്പടമാണ്, നമ്മുടെ നാടൻ പപ്പടം തന്നെ. നമ്മുടെ മലയാളി സ്റ്റോറിലെ ഫ്രോസൺ സെക്ഷനിലാണ് ഇതിരിക്കുക. ഇതിൻ്റെ ബാക്കിലൊരു എക്സ്പയറി ഡേറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പണ്ട് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നു ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പയറി നോക്കണ്ടാന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രോസൺ ആക്കി വെക്കാറാണ് പതിവ്. എന്നിട്ട് നമ്മുടെ പപ്പടത്തിൻ്റെ നടുക്ക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പപ്പടം ഈ ബലൂൺ പോലെ വീർക്കാണ്ട് നന്നായിട്ട് പൊള്ളി കിട്ടുകയും ചെയ്യും. ഫ്രോസൺ പപ്പടം അല്ലാത്തത് എപ്പോഴും ഒന്നെങ്കിൽ അപ്പളം, ഇനി പപ്പടം എഴുതിയതാണെങ്കിലും നമ്മുടെ നാടൻ പപ്പടത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല. ഫ്രോസൺ വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റ് നമ്മുടെ നാടൻ പപ്പടം തന്നെയാണ്. എൻ്റെ പപ്പടം കാച്ചുന്ന ചീനച്ചട്ടി ഒരു 12 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. വേറെ കൊച്ചു ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൺവീനിയൻറ്റ് ഈ ഒരു ചീനച്ചട്ടിയാണ്. പപ്പടമൊക്കെ കാച്ചുന്ന സമയത്ത് നമ്മുടെ ഒരു പരുവത്തിന് പറ്റുന്ന, ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാണ്ട് കാച്ചിയെടുക്കാൻ പറ്റുന്ന ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കിനുവയുടെ ആവിയൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പ്രഷർ കുക്കറൊക്കെ ഒന്ന് തുറന്നു. ഇനി നമ്മൾ തവി വെച്ച് കുത്തി ഇളക്കരുത്. ഒരു ഫോർക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്ലഫ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കുഴഞ്ഞു പോകാണ്ടിരിക്കും. ഇതൊന്ന് ആറി വരുന്ന സമയത്തേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എക്സ്ട്രാ വെള്ളം ഒന്നും കുക്കറിലില്ല, പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു വെള്ള നാര് പോലെ വരുന്നത് കുക്കാവുമ്പോൾ വരുന്നതാണ്. ചിക്കൻ്റെ ഗ്രേവിയും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കുക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കിനുവ ഫുള്ള് അതിൻ്റെ മുകളിലോട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പം ഞാൻ ഇളക്കുന്നൊന്നുമില്ല, ആ തവി വെച്ച് തന്നെ ജസ്റ്റ് നിരത്തി ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ദം ചെയ്യുന്നത് പോലെ വെക്കാം. വേണമെങ്കിൽ നമുക്കൊരു പാൻ താഴെ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തീ ഒന്നും കത്തിക്കാതെ തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ ജസ്റ്റ് ഒരു ആവിയിൽ തന്നെ അത് നല്ല സെറ്റായിട്ട് വന്നോളും. അങ്ങനെ നമ്മുടെ കിനുവയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും സിറ്റിയുടെ വണ്ടി ഇതാ ഗാർബേജ് എടുക്കാൻ വന്നിട്ടുണ്ട്. സാധാരണ എപ്പോഴും എനിക്ക് വണ്ടി കാണുമ്പം ഇവർ വരുന്നതും ഇത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരാറ്. പക്ഷേ ഈയിടെ കുറച്ചായിട്ട് എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരുന്നത് വേറൊരു കാര്യമാണ് കേട്ടോ. ജോലിയിൽ കേട്ടൊരു കാര്യമാണ്. ഈ ഒരു കാര്യം എന്നോട് പറയുന്നത് 79 years ഓൾഡായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ഒരു 80 to 83 years ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ രണ്ടുപേരും ഈ ഒരു കുറച്ചേ ആയിട്ടുള്ളൂ നമ്മുടെ സിറ്റിയിലോട്ട് താമസം മാറിയിട്ട്. അതിന് മുമ്പ് അവർ ഔട്ട്സൈഡ് സിറ്റി ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ആ സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ റീസൈക്കിൾ ബിന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്കിവിടെ സിറ്റിയിൽ ബ്ലാക്ക് ബിന്ന് ഗാർബേജിനും ബ്ലൂ ബിന്ന് റീസൈക്കിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കും, അതുപോലെ ഗ്രീൻ ബിന്നിനകത്ത് ഫുഡ് വേസ്റ്റ് ഇടാം, അതുപോലെ യാർഡ് വേസ്റ്റ് ഇടാം, നമ്മുടെ കരിയില, കമ്പ്, കോല സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഇതുമായിട്ട് അത്ര ഫെമിലിയറും അല്ല. പിന്നെ പ്രായമുള്ള ആളുകളല്ലേ, ചിലപ്പോൾ കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവാമല്ലോ. പിന്നെ അവരിവിടെ വന്നിട്ടും അധികം നാളായിട്ടില്ല. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് 82-83 വയസ്സുള്ള മനുഷ്യനാണ്. ആ പ്രായത്തിൻ്റെതായിട്ടുള്ള വയ്യാഴികളൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. പിന്നെ ചില അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകളാണ് രണ്ടുപേരും. പക്ഷെ അവരിപ്പോഴും കഴിവതും അവർ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറ്റുന്ന കൃഷിയും കാര്യങ്ങളും ഒക്കെ സമ്മർ ടൈമിൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഈ ഫോൾ സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഇലയെല്ലാം കൊഴിയും. അപ്പം പുള്ളിയുടെ മുറ്റത്തും ഒക്കെയുള്ള ഈ ഇലകളും കമ്പുകളും കോലുകളും എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഗ്രീൻ ബിന്നിനകത്ത് ഇടേണ്ടതിന് പകരം ബ്ലൂ ബിന്നിനകത്താണ് ഇട്ടത്. അത് അറിയാതെ ചെയ്തു പോയതാണ്. യൂഷ്വലി നമ്മളിങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രക്ക് വരുന്ന സമയത്ത് അതിലെ ഡ്രൈവർ, അത് സിറ്റിയുടെ എംപ്ലോയീസ് ആണ്, അവർ നമ്മുടെ ആ ഒരു ബിന്നിൽ ഒരു ടാഗ് ഇട്ടിട്ട് പോവുക ചെയ്യുന്നത്. നമുക്കൊരു വാർണിംഗ് എന്നുള്ള രീതിയിൽ അതിനകത്തൊരു വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ ഏത് വേസ്റ്റ് ഏത് ബിന്നിനകത്താണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മോർ ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി കുറേ പ്രാവശ്യം നമ്മൾ ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ യൂഷ്വലി ഇങ്ങനൊരു ടാഗ് ഇട്ടിട്ടാണ് പോവാറ്. പക്ഷെ ഇവരുടെ കേസിൽ ആ ട്രക്ക് ഡ്രൈവർ ട്രക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ബ്ലൂ ബിന്നിനകത്ത് ഉണ്ടായിരുന്ന ഇലകളും കാര്യങ്ങളും എല്ലാം കൂടി എടുത്തിട്ട് ആ സ്ട്രീറ്റിൻ്റെ സൈഡിലോട്ട് തന്നെ ഡംപ് ചെയ്തിട്ട് പോയി. അപ്പോൾ ആരവിടെ താമസിക്കുന്നതെന്നോ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഏത് കണ്ടീഷനിലുള്ള ആൾക്കാരാണെന്നോ എത്ര സ്ട്രെസ്സിലൂടെ പോകുന്ന ആൾക്കാരാണെന്നോ ഒന്നും അവരെ അറിയുക പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് അവർക്കൊരു വാർണിംഗ് കൊടുത്തിട്ട് ഒരു ടാഗ് ഇട്ടിട്ട് പോകേണ്ടതിന് പകരം അത് പൊക്കിയെടുത്ത് ആ സൈഡിലോട്ട് ഡംപ് ചെയ്തിട്ട് പോയി. എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ പെരുമാറുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പം കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മോളി വന്നു. എന്നിട്ട് നമ്മുടെ ഇതൊരു എപ്പിലേറ്ററാണ്. ഇത് വെച്ച് നമ്മുടെ കയ്യിലെയും കാലിലെയൊക്കെ ഹെയർ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഇത് വെച്ച് കുറച്ച് പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി പെയിൻഫുൾ ആണ്. പക്ഷെ വാക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അത്ര പെയിൻഫുൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു വട്ടം വാക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനൊരു എപ്പിലേറ്റർ വാങ്ങിച്ചതാണ്. കുറേ വർഷമായിട്ട് ഇത് എൻ്റെ കൂടെ ഉണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ് ഇത്. ബേസിക്കലി ഷേവിങ് അല്ലല്ലോ, നമ്മുടെ ഹെയർ വാക്സ് ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയൊരു പെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് യൂസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആകും. ആ ഒരു ആരോ കാണിച്ച ഭാഗം വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാനും ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സ്ഥാപക ജംഗമ വസ്തുക്കളായിട്ടാണ് ഈ ഒരു പാക്കറ്റ് വരുന്നത്. ഇത് ബേസിക്കലി ഒരു ഷേവറാണ്. ഇത് നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ചാർജറും കൂടി അതിൻ്റെ കൂടെ വരാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഹെഡ് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് യൂസ് ചെയ്യാനുള്ള രീതിയിൽ കുറച്ച് എണ്ണം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും കൂടിയൊക്കെ ആയിട്ടാണ് ഒരു കുഞ്ഞു ബാഗിനകത്താക്കി ഒരു പാക്കറ്റിനകത്താക്കിയാണ് നമുക്ക് സംഭവം കിട്ടുന്നത്. ഇപ്പോൾ ഇതെൻ്റെ കുറേ വർഷമായിട്ടുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഹെയർ റിമൂവിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ദേഹത്ത് പുരട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും സെൽഫ് കെയർ നമ്മൾ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാണ്ടായി പോകുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ട്, അതിപ്പോൾ ഒരു നഖം വെട്ടുന്നതാണെങ്കിലും ഒരു ഫേഷ്യൽ എന്തെങ്കിലും പാക്ക് ഇടുന്നതാണെങ്കിലും അതല്ല എണ്ണ പുരട്ടുന്നതാണെങ്കിലും തലയിൽ എണ്ണ പുരട്ടുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോ ദിവസമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകാനുള്ള സമയവും കിട്ടും. ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിലും എപ്പോഴും തീരുമ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. ഈ എണ്ണയൊക്കെ ഒന്ന് ദേഹത്ത് പിടിക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് പിള്ളേരുടെ വാഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ, ഒരു ഓൾ പർപ്പസ് സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സിങ്കൊക്കെ ഒന്ന് കഴുകി കൗണ്ടറൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഗ്ലാസ് തുടയ്ക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ വെള്ളം വെച്ചിട്ട് ആ പേപ്പർ ടവലിലൊന്ന് ആക്കി ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പേപ്പർ ടവലും കൂടി വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട്
ക്ലീൻ ആവും. അതുപോലെ നമ്മുടെ ടാപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ടാപ്പ് നന്നായിട്ട് ഷൈൻ ചെയ്യും. ഗ്ലാസ് തുടയ്ക്കുന്ന ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് തുടച്ച് ക്ലീൻ ആക്കിയാലും നല്ലതാണ്. പിന്നെ ഏറ്റവും സിമ്പിൾ ആണല്ലോ, നമുക്ക് പേപ്പർ ടവലോ ന്യൂസ് പേപ്പറോ ഒക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലോ, അത് വെച്ചിട്ട് തുടച്ചാലും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടാറുണ്ട്. എല്ലാവരുടെ രണ്ടുപേരുടെയും ബെഡ്റൂമിൻ്റെ ഇടയ്ക്കാണ് ഈ വാഷ്റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും സ്വിച്ചും ഉണ്ട്. പിന്നെ ഇവരുടെ കയ്യിലെ കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും കുറേ അഴുക്കുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി താഴെ ഒന്ന് വാക്യൂം കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് ടു അവർ ട്രക്ക് ഡ്രൈവർ, ഗാർബേജ് ട്രക്ക്. നമുക്ക് പലപ്പോഴും ഒരാളുടെ സിറ്റുവേഷനോ കാര്യങ്ങളോ അറിയില്ല. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റേ ആൾ വളരെ കൂളായിട്ടിരിക്കുകയാണെന്നല്ല. അവർ ചിലപ്പോൾ നമ്മളെക്കാട്ടിൽ വളരെ മോശം സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. അത് നമുക്കറിയില്ല. അപ്പം നമ്മൾ നമ്മുടെ ഗാർബേജ് ഡംപ് ചെയ്യാനുള്ള ഒരാളായിട്ട് വേറൊരാളെ കാണരുത്. നമ്മുടെ സ്ട്രെസ് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരാളല്ല നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഓരോ വ്യക്തികളും. അവർ ചിലപ്പോൾ അവരുടെ ലൈഫിലെ ഏറ്റവും മോശം സമയത്തൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. മേ ബി ഫിസിക്കലി മെൻ്റലി നമുക്കറിയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ. ഉപകാരമൊന്നും ആർക്കും ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ വാഷ്റൂം ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഈ ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ വെച്ചിട്ട് വാഷ്റൂം ക്ലീനിങ് നല്ല എളുപ്പമാണ്. നമ്മുടെ മുടിയൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പോവുകയും ചെയ്യും. പിന്നെ അതൊരു 20-25 മിനിറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫുൾ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വലിയ വാക്യൂം ക്ലീനർ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. വാഷ്റൂമിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഈ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ചാർജർ ഫിറ്റ് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ അവിടെ അതിനെ തിരിച്ചൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് തലയിൽ എണ്ണ തേക്കലും തല കഴുകലും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വൈകുന്നേരം ഒരു എണ്ണ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് നാളെ എണ്ണയൊക്കെ തേച്ച് തല കുളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മാസങ്ങൾ മുമ്പ് ഏതോ ഒരു ക്രീം യൂസ് ചെയ്തപ്പോൾ സ്കിന്നിന് പിടിക്കാതെ വന്നപ്പോൾ ഞാൻ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ പോയി അവിടുത്തെ ഫാർമസിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു ക്രീമാണിത്. ഇത് ലിപ് ബാമായിട്ടും നമ്മുടെ കൈ ഡ്രൈ ആവുന്നതിനും ഹീൽസ്, നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ക്രാക്ക് ആവുന്നതിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ്. ഇതിന് നമ്മുടെ ഒരു വാസ്ലീൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ പോലെ ഇതൊരു ബേസിക്കലി ഹീലിംഗ് ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ലിപ് ബാമായിട്ട് വേണമെങ്കിൽ ചാപ്സ്റ്റിക് ആയിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ ഇതിൻ്റെ വലിയ കണ്ടെയ്നർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ഷോപ്പേഴ്സിൽ ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷേ ആമസോണിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചീപ്പറാണ്. അപ്പം ഞാൻ ഇത് 80 ഗ്രാംസിൻ്റെ ആയിരുന്നു ആദ്യം വാങ്ങിച്ച ബോട്ടിൽ. പിന്നെ 396 ഒരു വലിയ ബോട്ടിൽ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ ഇത് നമുക്ക് വാൾമാർട്ടിലും അവൈലബിൾ ആണ്. ക്രീം ആയാലും ചാപ്സ്റ്റിക് ആയാലും ഒക്കെ ഞാൻ വാൾമാർട്ടിലും കണ്ടിട്ടുണ്ട്. പിന്നെ ആമസോൺ ആണെങ്കിൽ നമുക്ക് സെയിലൊക്കെ നോക്കി സൗകര്യം പോലെ അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തി. ഇനി ഒരു സാലഡ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് തൈരും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്തിടുന്നതിനെക്കാട്ടിലും ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അതിൻ്റെ കളറും ഒന്ന് മാറും. പിന്നെ ഒരു നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിന്ന് കിനുവ ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ളത്. അപ്പം നമ്മുടെ കിനുവ വലിയ ചൂടൊക്കെ മാറി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം നല്ല ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കുഴഞ്ഞു പോകുമോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഈ കിനുവയ്ക്ക് തന്നെ ഒരു ലൈറ്റ് മഞ്ഞ കളറാണല്ലോ. അപ്പം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താലും ഭയങ്കര ചേഞ്ച് ഒന്നും അറിയാനില്ല. പക്ഷേ എന്നാലും ആ ചിക്കൻ്റെ ഫ്ലേവറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പം കിനുവ തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ കൂടോ വേറെ കറികളുടെ കൂടോ റൈസിന് പകരമായിട്ട് കിനുവ കുക്ക് ചെയ്തിട്ടും കഴിക്കാം. അതിൻ്റെ കൂടെ ഡേറ്റ്സും ലെമണും കൂടി ഇട്ട ഹോട്ട് ആൻഡ് സ്വീറ്റ് പിക്കിളും നമ്മുടെ പപ്പടവും സാലഡും ഒക്കെ ആയിട്ട് ഇനിയും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഈ കിനുവ വെച്ചിട്ട് നമ്മൾ സാധാരണ പുലാവ് ഉണ്ടാക്കുന്നത് പോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് പുലാവ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ആദ്യം ഇത്തിരി ജീരകമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. അതും നല്ല അടിപൊളിയായിട്ട് വരും. നമ്മുടെ കുക്കറിനകത്ത് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. വൈകിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ വന്നു. ഒന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഇന്ന് എൻഡ് ഓഫ് ദി ഡേ ഡെലിവറി ആണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം സംഭവം വന്നിരിക്കുന്നുണ്ട്. വന്ന വഴിക്ക് തന്നെ നമ്മുടെ കൊറിയർ പാഴ്സൽ അങ്ങ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ താഴെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് താഴെ അത്ര വെട്ടം പോരാ, നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് പുറത്ത്. അപ്പം ഞാൻ ദാതും എടുത്തുകൊണ്ട് മുകളിലോട്ട് വന്നതാണ്. ഇവിടുത്തെ വെട്ടം കുറച്ചും കൂടി ബ്രൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം.
അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ടെഡി ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലക്ഷറി ബാഗ് ഉണ്ട്. അവരുടെ ഒരു ബാഗ് പ്രോഡക്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ആദ്യം അവരുടെ മെയിൽ കണ്ടപ്പം സത്യമാണോ അതോ ഫേക്ക് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. ഞാൻ വിചാരിച്ചു വല്ല ഫേക്ക് ആയിരിക്കുമെന്ന്. പിന്നെ മനസ്സിലായി സംഭവം ജെനുവിൻ ആണെന്ന്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നും എനിക്കിഷ്ടമുള്ളൊരു ബാഗ് പിക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ പല മോഡൽസ് അവൈലബിൾ ആണ്. ഓരോ മോഡലിനും പല കളേഴ്സും അവൈലബിൾ ആണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ബാഗ് ചൂസ് ചെയ്തതാണ്. ഇവർ നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പം നമ്മുടെ ബാഗ് നല്ല ഒരു വൈറ്റ് ബോക്സിനകത്താണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു ബബിൾ റാപ്പും അതിനകത്ത് ഒരു കോട്ടൺ ഡസ്റ്റ് ബാഗും ഉണ്ട്. അപ്പം നമ്മുടെ ബാഗ് ഡേർട്ടും ഡസ്റ്റും ഒന്നും ആയിട്ടോ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്തെങ്കിലും വന്നിട്ടോ ഒന്നും അഴുക്കാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡസ്റ്റ് ബാഗ് ഉള്ളത്. അപ്പം ഞാൻ ഈ ഒരു ബാഗ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് പ്രോഡക്റ്റ് പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ചൂസ് ചെയ്ത കളറ് ഒരു ബ്രൗൺ കളറാണ്, നല്ലൊരു കളറാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ നേവി ബ്ലൂ കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല കളർ ചോയ്സസ് അവൈലബിളും ആയിരുന്നു. ബാഗ് ഓർഡർ ചെയ്തിട്ടും നല്ല ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് വിതിൻ എ വീക്ക് ഓർ സോ നമുക്ക് കയ്യിൽ ബാഗ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് തുറക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അത് നമ്മൾ തുറക്കുമ്പോൾ അതിനകത്തൊരു മാഗ്നറ്റ് ബട്ടണും കൂടിയുണ്ട്. മെയിനായിട്ട് വലിയൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ അകത്ത് തന്നെ ഒരു സിപ്പുള്ള പോക്കറ്റും സിപ്പില്ലാത്തൊരു പോക്കറ്റും കൂടിയുണ്ട്. പിന്നെ ഇതിന് ബാക്കിലൊരു പോക്കറ്റും കൂടിയുണ്ട്. ടെഡി ബ്ലേക്സിൻ്റെ ബാഗെല്ലാം മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. പ്രീമിയം ഇറ്റാലിയൻ ലെതർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ലെതർ ബാഗ്സ് ഇപ്പം ഭയങ്കര റെയർ ആണ്. ഉണ്ടെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസീവും ആണ്. അത് വെച്ച് നോക്കുമ്പം ഇത് നല്ല ഒരു ഓപ്ഷനാണ്. ഒറിജിനൽ ലെതറിന് ഒരു സ്മെല്ലുണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിനെന്തായാലും ഒരു സ്മെല്ലുണ്ട്. അത് ഒറിജിനൽ ലെതറിൻ്റെ സ്മെല്ലാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ ബാക്കിലുള്ള പോക്കറ്റ്. സിപ്പുള്ള ഒരു പോക്കറ്റാണ്. ചില ബാഗ്സ് ഇങ്ങനെ വൺ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് പോക്കറ്റ്സിൻ്റെ എണ്ണമൊക്കെ നോക്കി അങ്ങനെ ചൂസ് ചെയ്താൽ മതി. മിക്ക എല്ലാ ബാഗ്സും പല കളേഴ്സിൽ തന്നെ അവൈലബിളും ആണ്, പല സൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബാഗിൻ്റെ പേരും സൈസും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ലോങ് സ്ട്രാപ്പും നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാപ്പാണ്. അപ്പം മൊത്തത്തിൽ നല്ലൊരു ലക്ഷറി ലുക്കും ഡിസൈനുമാണ്. കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പം ഈ ഒരു ബാഗ് നമുക്ക് കയ്യിൽ ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ബോഡി ആയിട്ടോ അല്ലെങ്കിൽ സൈഡിൽ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഞാൻ ചൂസ് ചെയ്തത് 11 ഇഞ്ചിൻ്റെ ബാഗായിരുന്നു. ഇതേ ബാഗ് തന്നെ 9 ഇഞ്ചും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും കോഡും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ബാഗൊക്കെ താത്തു വെച്ച് നമ്മളിതാ അടുക്കളയിൽ എണ്ണ കാച്ചാൻ വന്നതാണ്. ഒരു 2 കപ്പ് എണ്ണ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു തലയിൽ പുരട്ടാനായിട്ട്. ഇത് നമ്മുടെ കോസ്കോയിലെ എണ്ണയാണ്. എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയോ പാത്രമോ എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എൻ്റെ അങ്ങനെ കട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ സാധാരണ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതധികം അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും എടുക്കുന്ന ഒരു ചീനച്ചട്ടിയല്ല. ഇപ്പം കുറച്ചായിട്ട് നമ്മൾ തന്നെ കാച്ചിയ എണ്ണയാണ് തലയിൽ തേക്കാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് കൈ കിട്ടിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് എണ്ണയുടെ കൂടെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും നമ്മൾ മെൽറ്റ് ആവേണ്ട എണ്ണയാണെങ്കിലും അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ആക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് തെറിച്ച് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. എണ്ണയിൽ മിക്സ് ചെയ്ത് നമ്മൾ തീ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു 5 മിനിറ്റ്. പിന്നെ അത് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് തന്നെ നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പതയുണ്ടാകും. ആ പതയൊക്കെ ഒന്ന് അടങ്ങി എന്താ പറയുക, അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ പരുവാകുന്നത്. എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കുമല്ലോ. പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് കിട്ടുന്ന ഐറ്റംസിനകത്ത് ചിലപ്പം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയേണ്ട ഒരു റെസിപ്പിയൊന്നുമില്ല. എന്താണോ നമുക്ക് ഒരു സമയത്ത് അവൈലബിൾ അതങ്ങോട്ട് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ചെമ്പരത്തി, കയ്യോന്നി, കരിഞ്ചീരകം, കറ്റാർവാഴ, കറിവേപ്പില, ചെറിയ ഉള്ളി, നെല്ലിക്ക, ഉലുവ, തുളസി, അങ്ങനെ നമുക്ക് എന്താണോ ഓരോ സ്ഥലത്ത് കിട്ടുന്നത് അതങ്ങോട്ട് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പനിക്കൂർക്ക, അങ്ങനെ പല സാധനങ്ങളും യൂസ് ചെയ്യുമല്ലോ. എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കറക്റ്റ് പാകം നോക്കി തന്നെ അത് വാങ്ങി വെക്കുക. നമ്മൾ ആദ്യം ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എണ്ണയിലോട്ടൊന്ന് ചേർക്കുമ്പോൾ നല്ല പതയുണ്ടാവും. അതൊക്കെ ഒന്ന് അടങ്ങി പതയെല്ലാം ഒന്ന് മാറി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പാകം ആയി വരുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും നന്നായിട്ട് മൂത്ത് നല്ല കിലുകിലാന്നുള്ളൊരു ശബ്ദത്തിലോട്ടാവും നന്നായിട്ട് മൂത്തിട്ട്. പിന്നെ ഈ ഒരു എണ്ണയുടെ മുകളിൽ കൂടെ ചെറുതായിട്ടൊരു പുക വരുന്നത് പോലെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് ആറാൻ വേണ്ടിയിട്ട്, അത്
തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാച്ചിയ പാത്രത്തിൽ തന്നെ വെക്കാണ്ടിരിക്കുക. കാരണം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും എണ്ണ മൂത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടൊന്ന് സേഫായിട്ട് വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ അത് ആറി വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു വെക്കേണ്ട കുപ്പിയിലോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പം നമ്മുടെ എണ്ണയും ഏകദേശം പതയൊക്കെ ഒന്ന് മാറി ഓൾമോസ്റ്റ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയുടെ മുകളിൽ കൂടെ ചെറിയൊരു പുക പോലെ കണ്ടപ്പോൾ തന്നെ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ആറിയിട്ട് വേണം കുപ്പിയിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് മൂത്ത് ശരിയായി വരുന്നതെന്നുള്ളത്. കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നല്ല മുരിഞ്ഞ് വന്നിട്ടും ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു പാകം. എനിക്ക് നേരത്തെ തൊട്ടേ തന്നെ മുടിക്ക് തീരെ ഉള്ളു കുറവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ എണ്ണ പുരട്ടിയാലും പാരമ്പര്യം എന്നുള്ളതൊരു വലിയ ഘടകമാണ്. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാഞ്ഞിട്ടാണ് ഇതൊക്കെ കൊഴിഞ്ഞു പോയെന്നുള്ളൊരു കുറ്റബോധം നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതുപോലെ സ്നേഹമാണെങ്കിലും ശകാരമാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.